എന്നോട് ശരിക്കുള്ള സ്നേഹം. കാരണം ഞാനും ഓസി ഒരേ പ്രായമാണ്. അപ്പോൾ ഞാൻ ഇത്രയും സ്പീഡിന് പറയണത് എന്താണെന്ന് വെച്ചാൽ ലിയാൻ ഇപ്പോൾ കയറി വരും. അവൻ കയറി വന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും യോജി അവനെയും കൊണ്ട് ജസ്റ്റ് താഴേക്ക് പോയി വെളിക്ക് കളിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിന് പറയുന്നത്. സോ ബേസിക്കലി ഓസിയും അശ്വിനും മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്ര എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വന്ന സമയത്ത് അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ, അശ്വിൻ എസ്പെഷ്യലി അത്രയും എന്നെ നിർബന്ധിച്ച് തന്നെ ഇത് ഇങ്ങനെ ചെയ്യണം, ടാബിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ന പാട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇത്ര റീൽസിൻ്റെ ഇത്രയും. എനിക്കന്ന് പറഞ്ഞ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് എനിക്കന്ന് അറിയത്തില്ല. ഞാൻ പണ്ട് യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇത്ര 40,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടിടുന്ന വീഡിയോസ് ഒന്ന്. അന്നൊന്നും ഇവരാരും സഹായമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇട്ടത്. പിന്നെ ഇവരുടെ കൂടെ ഞാൻ ഓരോ വ്ളോഗ്സിൽ എൻ്റെ കസിൻസ് ആയിട്ട് ഇടും. ഇപ്പം അവരിച്ചിരി ഫേമസ് ആണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ കസിൻസ് ആയിട്ട് വീഡിയോ ഇടുന്നു. അപ്പം അവർ ഫേമസ് ആണെങ്കിൽ അവർ ആ വീഡിയോയിൽ കണ്ടിട്ട്, അല്ലാതെ ഇവർ ഫേമസ് ആയിട്ട് ഇവരുടെ കൂടെ പോയി ഞാൻ നിന്ന് വീഡിയോ ഒന്നും എടുത്തതല്ല. നിങ്ങളുടെ കസിനോട് നിങ്ങൾ വീഡിയോസ് എടുക്കാറില്ല, ഫോട്ടോസ് ഇടാറില്ലേ? അതേപോലെ ഞാൻ ചെയ്തു. അവർ ഫേമസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ യൂട്യൂബ് എന്നെ മെയിൻലി ഹെൽപ്പ് ചെയ്തത് ഓസിയാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അമ്മൂമ്മയുടെ കുറേ കാര്യങ്ങൾ ഞാൻ കാനഡ പോകുന്നവരെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിയത്. അതിനുശേഷം സിന്ധു അമ്മ അമ്മൂമ്മയുടെ കാര്യങ്ങൾ കുറേ നോക്കിയായിരുന്നു. പിന്നെ അവരെ അടിച്ച് തെറ്റിപ്പിരിഞ്ഞു. എന്നോട് പറഞ്ഞു, സിന്ധു അമ്മ പറഞ്ഞു,